Come on, jump. Come on. Jump. Come on. Come on, jump. Jump. Good. Come on. Good morning, Uncle. Good morning, Susie. Come on, salute. Come on. Hey, good morning. അല്ല ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് ശനിയാഴ്ചയല്ലേ? ഓ, ഞാൻ കാര്യം അങ്ങ് മറന്നുപോയി. നിന്റെ അമ്മച്ചിയുടെ? അമ്മച്ചി അകത്ത് തിരക്കിട്ട ജോലിയില്ല. ഇന്ന് ഫെർണാണ്ടസ് അച്ഛനെ ഊണ് ക്ഷണിച്ചിരിക്കുക. കാരണം? എനിക്കറിഞ്ഞൂടാ. അങ്കിളായിട്ടേക്ക് കയറിയിരിക്കെ, ഞാനിത് കെട്ടിട്ട് വരാം. ശരി. കമോൺ റോക്കി, കമോൺ. അങ്കിള് നല്ല ആളാ. എല്ലാരും കൂടെ പിക്നിക്കിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയോ? ഓ, ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇപ്പൊ അതിനൊക്കെ വലിയൊരു പ്രോഗ്രാം ആയിട്ടിരിക്കുന്നത്. എന്താ അത്? അതിപ്പോ പറയില്ല. അയ്യോ പറയുന്നേ. അയ്യോ അങ്കിൾ, അമ്മച്ചി വരുന്നതിന് മുമ്പ് പറയണം, അല്ലെങ്കിൽ അമ്മച്ചി എല്ലാം മുടക്കും. അത് പറയാൻ പാടില്ല. പറയങ്കിൾ. അയ്യോ അങ്കിൾ സൂസി, സൂസി ഒന്ന് അടങ്ങിയിരിക്കടി പെണ്ണേ. അപ്പനും അങ്ങളും കൂടെ കൊഞ്ചിച്ച് മുലയോടി മാറാത്ത കുഞ്ഞിനെ പോലെ ആയിപ്പോയി. നീ എന്തിനാ റോസമ്മ ദേഷ്യപ്പെടുന്നത്? ദേഷ്യമൊന്നുമില്ല ചേ, ഇവിടെ ഈ കുട്ടികളി. അതൊന്നും സാരമില്ല റോസാമ്മേ, അവൾ കൊച്ചല്ലേ. ഒരു കല്യാണമൊക്കെ കഴിയുമ്പോ. നോട്ട് നൗ. അതെല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട്. ആ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പോരെ? അല്ല, ചെറിയച്ഛൻ ഫെർണാണ്ടസ് അച്ഛനെ ഊണ് കഴിക്കാൻ വിളിച്ചു എന്ന് കേട്ടു. എന്താ കാര്യം? അത് നമ്മുടെ കടയുടെ 25ാം വർഷം ആഘോഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനോ മറ്റോ ആണ്. ഈ ഡിസൈൻ മതിയോ? അതെ, ചെറിയാനാണ്. വിവാഹ സീസൺ ആയതുകൊണ്ട് ഇവിടെ അല്പം തിരക്കുണ്ട്. പണിയിക്കാനുള്ള ഓർഡർ ആണെങ്കിൽ ഒരു മാസം കഴിയാതെ ഒരു നിർത്തിയില്ല. ശരി. പൈലി ഇതാ വരുന്നു. കുട്ടപ്പ കാണിച്ചു കൊടുക്ക. ചാക്കോച്ചന്റെ മകളുടെ വിവാഹം അടുത്ത ഞായറാഴ്ച. ആഭരണങ്ങളൊക്കെ റെഡിയായോ? 1-2 കൂടി തയ്യാറാകാനുണ്ട്. ഓഹോ, അപ്പൊ തീർന്നിടത്തോളം അവിടെ കൊടുത്തയക്കും. അച്ഛൻ ഫോൺ ചെയ്തിരുന്നു. ഫെർണാണ്ടസ് അച്ഛനോ? അതെ, ചെറിയാച്ചൻ വന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് ഫോൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ പോകുന്ന വഴി അച്ഛനെ കണ്ടോളാം. പൈലി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. അങ്കിൾ, ഈ അമ്മച്ചിക്ക് ഒരു മീശയും തൊപ്പിയും കൂടെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? സമാധാനം. ചെറിയാച്ചൻ വരുന്നു. ജെയിംസ് എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇരിക്കച്ച. റോസമ്മേ, കുടിക്കാൻ എന്തെങ്കിലും? ഊണ് കഴിക്കാവല്ലോ, എല്ലാം റെഡിയാണ്.
കഴിക്കാം. അതിനു മുമ്പ് അല്പം സംസാരിക്കാനുണ്ട്. കടയുടെ ജൂബിലി ആഘോഷത്തെ പറ്റി പറഞ്ഞിട്ട് അച്ഛൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അത് ചെറിയാച്ചന്റെ ഇഷ്ടം പോലെ ചെയ്യാമല്ലോ. എന്ന് പറഞ്ഞാ പോരാ. ശരി ഡാഡി, ഒരു ഐഡിയ. പള്ളിയിൽ ഒരു പ്രാർത്ഥന നടത്തുക, അതിന്റെ കൂടെ പാവപ്പെട്ടവർക്ക് അന്നദാനം. ശബാഷ്, പെണ്ണിന് ബുദ്ധിയും ഉണ്ടല്ലോ. അല്ല, അച്ഛൻ സ്വന്തം അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തു പറയാനാ ജെയിംസ്, നമ്മളെല്ലാവരും വന്ന വഴി മറക്കാതിരിക്കുക. സത്യത്തിൽ അച്ഛനും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ കടയിലെ പൈലയാണ് എന്റെ ഇന്നത്തെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം. അവനൊന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു സ്വർണ്ണ കച്ചവടക്കാരനാവില്ലായിരുന്നു. എത്ര പേരെന്ന് എതിർത്തതാണ്. അത് ലോക സ്വഭാവമാണ്. വഴി വെട്ടുന്നവരെ ആക്ഷേപിക്കുന്നവരായിരിക്കും ആ വഴിയിലെ പ്രധാന യാത്രക്കാരാവുക. ശരിയാണച്ചോ? അമ്മച്ചേ, ആരാ മോളെ അത്? താറാവ് കോപ്പി ആയിരിക്കും. ഞങ്ങൾക്ക് വരും. എന്താ താറാവ് കോപ്പി? ഞാനിപ്പോ താറാവ് പാപ്പിയായിട്ടല്ലോ നേക്കണേ, അരയന്നം പാപ്പിയായിട്ടാ. എന്നുവെച്ചാ ജോണി കുട്ടി എഴുത്തു. വേണ്ട വേണ്ട, വയ്ക്കോ വയ്ക്കോ വയ്ക്കോ. എന്റെ സൂസിക്ക് നാളെ രാവിലെ കുർബാന കഴിയുമ്പോൾ പള്ളിമുറ്റത്ത് ഞാൻ കാത്തു നിൽക്കും. എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായും വരണം. നിന്റെ ജോണി. സൂസി, നീ കുർബാനയ്ക്ക് എന്താണ് പ്രാർത്ഥിച്ചത്? ഞാൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ കല്യാണം നടക്കണമെന്ന്. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഒരുമിച്ച് വളർന്നു. ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ സ്നേഹിച്ചു. പക്ഷെ ഒരുമിച്ച് ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹം വെറും ഒരു സ്വപ്നമായിട്ട് അവസാനിക്കും. ജോണി എന്നെ സ്നേഹിക്കുന്നത് സ്വപ്നം കാണാനോ അതോ ജീവിക്കാനോ? ഈ ചോദ്യം സൂസി സ്വയം ചോദിക്കേണ്ടതാണ്. എന്നെ കുറിച്ച് സംശയമുണ്ടെങ്കിലല്ലേ സ്വയം ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ നിന്റെ അപ്പച്ചന്റെ ഒരു ജോലിക്കാരന്റെ മകനാണ്. എത്രയോ ജോലിക്കാരുടെ സഹായം കൊണ്ടാണ് എന്റെ അപ്പച്ചൻ ഇന്നത്തെ ഈ നിലയിലേക്ക് വരുന്നത്. പക്ഷെ എന്റെ അപ്പച്ചൻ ഇന്നും താഴെയാണ്. സമുദായത്തിൽ വിലപ്പെട്ടവരുടെ ഒന്നും കണ്ണിൽപ്പെടാത്ത അത്ര താഴെ. എവിടെയായിരുന്നാലും എന്റെ ജീവിതം ജോണിക്ക് വേണ്ടിയുള്ളതാണ്. എനിക്ക് ആവശ്യം ജോണിയുടെ സ്നേഹം മാത്രമാണ്. സുസി,